ഹലോ, കേരള സ്റ്റൈലിൽ ഒരു പനീർ മസാല കറി റെഡിയാക്കി നോക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 400 ഗ്രാംസ് പനീർ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആയി കിട്ടിയാൽ മതി. അത് നമുക്ക് മാറ്റി വെച്ച് അതേ പാനിലേക്ക് വീണ്ടും കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ഒരു 2-3 പീസ് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടൊമാറ്റോസ് തക്കാളി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ബ്ലെൻഡറിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മിക്സ് കൊടുത്ത് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തിരിക്കുന്ന പനീർ പീസസ് ഇട്ട് കൊടുത്ത് നല്ലൊരു മിക്സ് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ജെൻറ്റലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരല്പം മല്ലിയില, അതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ആവി കയറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ പനീർ മസാല കറി റെഡി.